ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ യമഹയുടെ MT എന്ന് പറഞ്ഞൊരു മോഡൽ പരിചയപ്പെട്ടായിരുന്നു. അപ്പം അവൻ്റെ ഒരു ചേട്ടനെ നമുക്ക് പരിചയപ്പെടാൻ പോകാം. അപ്പോൾ അവൻ നമ്മുടെ പുറകെ തന്നെ ഇരിപ്പുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണാമായിരിക്കും. നമ്മുടെ R15 V3 പൊളി സാധനമല്ലേ. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന ബേസ് 4 ആണ്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ നമ്മുടെ BS6-ൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട്, അത് ഉടനെ തന്നെ കാണും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനോടൊന്ന് എനേബിൾ ചെയ്തിടുക. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോയേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, R15 V3 പൊളി വണ്ടിയല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഹെഡ്ലൈറ്റ് തന്നെ തുടങ്ങിയേക്കാം. LED ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. നല്ല പ്രകാശവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു LED ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് സ്റ്റോക്കല്ല, ഇത് ഒരു ചെറിയ മോഡിഫിക്കേഷൻ, അങ്ങനെ ചെറിയ കാര്യമാണ്. നല്ല ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് 2 സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഇൻഡിക്കേറ്റർ അവനൊന്ന് മാറ്റി വേറെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റോക്ക് വരുന്നത് ഹാലജൻ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബാക്കിലും ഫ്രണ്ടിലും ഹാലജൻ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. LED ടെയിലൈറ്റാണ് വന്നിരിക്കുന്നത്. ടെയിലൈറ്റ് ഇതാണ് ടെയിലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മൾക്കാട് പോലൊരു സാധനം വന്നിട്ടുണ്ട്. അതിലാണ് നമ്മുടെ 2 ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സും നമ്പർ പ്ലേറ്റും വരുന്നത്. ഇത് കട്ട് ചെയ്ത് മാറ്റിയേക്കാണ്. അപ്പം ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇതിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എൻജിൻ സൈഡിലോട്ട് പോകാം. എൻജിൻ സൈഡ് പറയേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ 150 സെഗ്മെൻറ്റിലെ പ്രീമിയം ബൈക്ക് പ്രീമിയം ബൈക്കിലൊന്നാണ് നമ്മുടെ R15 V3 എന്ന് പറയുന്നത്. മറ്റേത് MT നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. 155.5 cc സിംഗിൾ സിലിണ്ടർ 4 വാല്യൂ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നമുക്ക് R15 V3യിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് VVA ടെക്നോളജിയാണ്. VVA ടെക്നോളജി എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വേരിയബിൾ വാല്യൂ ആക്ടിവേഷൻ. അത് നിങ്ങൾക്കിപ്പോൾ ഞാൻ അതെങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് വേണം ഞാൻ പറഞ്ഞു തരാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ആക്സിലറേഷൻ എത്രയാണോ അതനുസരിച്ച് നമ്മുടെ വണ്ടി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഒരു ലെവൽ അല്ലെങ്കിൽ നമ്മുടെ മറ്റു വണ്ടിയിലൊക്കെ ആണെങ്കിൽ ഒരു 8000 RPM ആ വണ്ടിയിലൊക്കെ ആകുമ്പോഴത്തേനും വണ്ടിയുടെ ഒരു മടുപ്പ് അനുഭവം തുടങ്ങും. പിന്നെ അങ്ങോട്ട് പുറകോട്ട് ഇറങ്ങാൻ തുടങ്ങും. ഇങ്ങനെ പുറകെ വലിഞ്ഞ് അല്ലെങ്കിൽ നിരങ്ങിയാണ് ഓരോന്ന് കയറുന്നത്. പക്ഷേ ഇത് RPM കൂടുന്തോറും സ്പീഡ് ഇങ്ങനെ കൂടി പൊക്കോണ്ടിരിക്കും. അപ്പോൾ BS6 മോഡലോട്ട് വരുമ്പോഴത്തേന് പവറും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് BS4 വണ്ടിക്കാണ് ഇച്ചിരി കൂടി പവറൊക്കെ ഉള്ളത്. അത് 1-2 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി സീറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. നല്ല മനോഹരമായ സീറ്റല്ലേ. പക്ഷേ കുറച്ച് ഹാർഡായിട്ടാണ് തോന്നിയത്. എങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വലിപ്പവും നല്ല വൈഡായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ റൈഡർക്ക് നല്ല കംഫർട്ടും തരുന്ന സീറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. വില്യൻ സീറ്റും അതുപോലെ തന്നെ നമ്മുടെ MT ഇല്ലേ, നമ്മുടെ MT അപേക്ഷിച്ച് അത്ര നല്ല, അതായത് MTയെക്കാളും 2 പടി അല്ലെ ഒരു 3 പടി മേളിലാണ് ഇവിടുത്തെ സീറ്റ് എന്ന് പറയുന്നത്. ഇത്തിരി വലുപ്പമൊക്കെ ഉണ്ട്. പുറകിൽ അത്യാവശ്യം നമ്മുടെ ഫ്രണ്ട്സിന് കംഫർട്ടായിട്ടിരിക്കാൻ പറ്റിയൊരു സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ നമ്മുടെ അമ്മയോ ചേച്ചിയൊക്കെ ആണെങ്കിൽ കൊണ്ടുവന്ന് ഇച്ചിരി ചടങ്ങ് പിടിച്ച കാര്യമാണ്. അമ്മയൊന്ന് മാക്സിമം വണ്ടിയെ വെച്ച് ഈ വണ്ടിയെ ഉപയോഗിക്കാതെ വേറെ വണ്ടി വെക്കുന്നതാണ് നല്ലത്. ഈ വണ്ടി നമുക്ക് നമ്മുടെ അമ്മമാരെ വെച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഭയങ്കര പാടാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയുടെ എക്സോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ V2 കാണുന്ന എക്സോസ്റ്റേ അല്ല, നല്ല വ്യത്യാസം. നമ്മുടെ V2 നിന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ V2 നിന്ന് നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ V3 എന്ന് പറയുന്നത്, R15 V3 എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നമ്മുടെ MT റിവ്യൂ പറഞ്ഞായിരുന്നു സിംഗാമിനെ കുറിച്ച്, അലുമിനിയം കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ്. ആ സിംഗം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാധനം, കണ്ടോ. നമ്മുടെ MT നമ്മൾ കാണുന്നില്ലാത്ത ഒരു സാധനം ഇതായിരുന്നു. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഒരു നല്ല ടയർ ഹഗ്ഗർ കാര്യങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബൈക്കിലോട്ട് അധികം ചള്ള കയറാതിരിക്കാൻ വേണ്ടി ഒരു ഹഗ്ഗറും കാര്യങ്ങളൊക്കെ നല്ല ഡിസൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം
വലിയ മടുപ്പ് തോന്നാത്ത ഒരു നല്ല ഡിസൈനാണ് നമുക്ക് ടയർ ഹെർഗറിൻ്റെ കാര്യങ്ങളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ എം ഡിയുടെ റിവ്യൂ പറഞ്ഞായിരുന്നു. എം ഡിക്ക് ടോപ്പ് എൻഡ് കുറവാണ്, ഇൻഷ്യൽ പവർ കൂടുതലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞൊരു കാര്യം നമ്മുടെ ടീത്തിൻ്റെ കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ R15 V3യുടെ ടീത്തും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അവിടുത്തെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ്. നമ്മുടെ എം ഡിയെക്കാളും ഒരു ചെറിയ ടീത്തും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു റോക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. ടീത്തെന്ന് ഏകദേശം വണ്ടി പല്ല്, അപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടും നമുക്ക് നമ്മുടെ R15 V3ക്ക് എന്താ പറയുക, ടോപ്പ് എൻഡ് കൂടുതലാണ്. പിന്നെ എനിക്കൊരു കംപ്ലയിൻ്റ് ആയിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടിയുടെ കൂളൻ്റ് ഉണ്ടോ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അടി തട്ടിപ്പോയെങ്കിൽ ആ കൂളൻ്റെ ഒരു ശകല സീനാണ്. അതേ ഉള്ളൂ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത്. പിന്നെ ഈ ലിവറും കാര്യങ്ങളൊക്കെ വലിയ ക്വാളിറ്റി ഇല്ലാത്തതാണ്. ഒരു ചെറിയ മറിച്ചിൽ നമ്മൾ സ്റ്റാൻഡിനൊക്കെ തന്നെ പോയാലും ലിവറൊക്കെ ഒന്ന് വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ എം ഡിയെ അപേക്ഷിച്ച് എം ഡിക്ക് ഹീറ്റിംഗ് ഞാൻ പറഞ്ഞ ഹീറ്റിംഗ് കുറവാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ V3യിലോട്ട് വരുമ്പോഴത്തേനെ ഹീറ്റിംഗ് ഒരു ശകലം ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മുടെ കാലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അടിച്ച് കയറുന്ന പോലെയൊക്കെ തോന്നും. അതായത് നമ്മുടെ സിറ്റി കൂടെ ഒക്കെ ഓടിക്കുമ്പോൾ ഒരു 10 മണ്ടയിലോട്ട് കയറാതെ ഒരു 5, 6, 7 കിലോമീറ്റർ ഓടിക്കുമ്പോഴത്തേന് നമുക്കൊരു ഹീറ്റിങ് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ടെലിസ്കോപ്പിക് സസ്പെൻഷനും ബാക്കി വരുന്ന മോണോ ഷോക്കുമാണ്. അപ്പോൾ നോൺ അഡ്ജസ്റ്റബിൾ ആണ് രണ്ടും. നമുക്കിനി ടയർ സൈസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് 110 ടയറും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ വരുന്നത് 140 ആ റേഞ്ചിൽ ടയറും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ വരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഡിസ്കിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഫ്രണ്ടിലെ ഡിസ്ക് സൈസ് 282 mm ഡിസ്ക്കാണ്. വൈബ്രേൻ്റെ ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ നിന്ന് വരുന്നത് 220 mm ഡിസ്ക്കും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ വരുന്നത്. ഇനി നമുക്ക് കയറിയുന്നൊരു പൊസിഷൻ പറഞ്ഞുതരാം. അപ്പോൾ കയറി എന്നുള്ള പൊസിഷൻ നമ്മുടെ RC അതായത് RC 200, 390 ആ വണ്ടികളെയൊക്കെ അപേക്ഷിച്ച് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ താന്നിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലപോലെ താന്നിരിക്കുന്നത്. ഇത് നമുക്ക് ട്രാക്ക് ബൈക്ക് ആയതുകൊണ്ട് നല്ല സ്പോർട്ടി ആയിട്ടുള്ള ലുക്ക്, അല്ലെങ്കിൽ ഒരു സ്പോർട്ടി ഇരിപ്പൊക്കെയാണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലപോലെ താന്ന് വേണം നമ്മളിരിക്കാൻ. നമ്മളിരിക്കുന്ന സീറ്റിൻ്റെ നേരെ, അതായത് ഞാൻ കാണിച്ചു തരാം. നമ്മളിരിക്കുന്ന സീറ്റ് കണ്ടോ, നമ്മുടെ സീറ്റിൻ്റെ നേരെയാണ് നമ്മുടെ ഹാൻഡിൽ ബാർ അല്ലെങ്കിൽ ഹാൻഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ ഇങ്ങനെ താന്ന് കിടന്ന് വേണം ഓടിക്കാൻ. നമ്മുടെ ഈ വണ്ടിക്ക് 2 പൊസിഷനിൽ വണ്ടി ഓടിക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കുക ഏതായി 2 പൊസിഷൻ അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഈ സീറ്റ് കൊടുത്തേക്കുന്നത് ഇതിപ്പോൾ വേണം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 2 സ്റ്റെപ്പ് എന്ന് കരുതിക്കോ. അതായത് നമ്മുടെ നടയിക്കില്ല, 2 സ്റ്റെപ്പ്. നമ്മൾക്ക് സിറ്റിയിലൊക്കെ ഓടിക്കുന്നെങ്കിൽ ഇത് ഈ ഒരു റേഞ്ചിലിരുന്ന് വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ മടുപ്പും കാര്യങ്ങളൊന്നും തോന്നത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ ഹൈവേ കയറുകയാണെന്നുണ്ടെങ്കിൽ ഹൈവേ കയറുമ്പോഴത്തേന് നമ്മൾ ഈ ഒരു ലെവലിലോട്ട് കയറിയിരിക്കണം. ഈ ലെവലിൽ കയറിയിരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ താന്നിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു കംഫർട്ടായിരിക്കും. നമ്മുടെ കൈ എന്ന് പറഞ്ഞാൽ കുറച്ച് ഞാൻ കയറി കാണിച്ചാൽ, കൈ എന്ന് പറഞ്ഞാൽ ഒരു ഇത്രയും ഇങ്ങനെ താന്നിരുന്ന് കഴിയുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് കയറിയിരിക്കും. നമുക്ക് ഹൈവേയിൽ കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടായിരിക്കും. അങ്ങനെ 2 തരത്തിൽ നമുക്ക് ഈ വണ്ടിയെ മെയിൻറ്റെയിൻ ചെയ്താലേ ഓടിച്ചുകൊണ്ട് നടക്കാവുന്നതാണ്. ഇനിയിപ്പോൾ സിറ്റി യൂസ് ആണെങ്കിലും ഹൈവേ യൂസ് ആണെങ്കിലും ട്രിപ്പാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ V3 എന്ന് പറയുന്നത്. നേരത്തെ തൊട്ട് ബാക്ക് പെയിനൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ ഈ വണ്ടി അവർക്ക് വേണ്ടി പറയുന്നില്ല. അല്ലാത്തവരൊക്കെ ആണെങ്കിലും നമ്മൾ കറക്റ്റ് പൊസിഷൻ ഇരുന്ന് ഓടിക്കുവാണെങ്കിൽ നമുക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊന്നും തോന്നത്തില്ല. ഇനി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ V3 ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് വണ്ടി ഓടിച്ചു, കുറേ ദൂരം ഓടിച്ചിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഷോൾഡർ പെയിനും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നുന്നേ ഇല്ല. കാരണം നമ്മുടെ V3ക്ക് എല്ലാവരും ആദ്യം എന്താ പറയുക, പെയിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം എനിക്ക് അത്ര പെയിനും കാര്യങ്ങളൊന്നും തോന്നിയില്ല. ഇപ്പോൾ മറ്റ് വണ്ടിയൊക്കെ ഓടിച്ച്, അതായത് ബാക്ക് പെയിനൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ ഈ വണ്ടി ഒരിക്കലും അവരെ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ RC 200 അപേക്ഷിച്ച് എന്താ പറയുക, അതിനും താന്നാണ് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ വരുന്നത്. അപ്പം നമുക്ക് അതിൻ്റേതായ മടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനിയിപ്പം RC ഓടിച്ച് ഒരു സെറ്റായവർക്കൊക്കെ ആണെങ്കിൽ അടിപൊളി, അല്ലെങ്കിൽ മടുപ്പും കാര്യങ്ങളൊന്നും ഒരു ശകലമില്ലാത്തൊരു വണ്ടിയാണ് നമ്മുടെ V3 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എനിക്ക് പറയാൻ ആഗ്രഹമുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്ലച്ചാണ്. പോളി ക്ലച്ചാണ് കേട്ടോ, വളരെ ലൈറ്റായിട്ട് ക്ലച്ച്, 6 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഗിയർ ഓരോന്നും നമുക്ക് എടുത്തറിയാവുന്ന രീതിയിലുള്ള ഗിയറിൻ്റെ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഗിയറിൻ്റെ ഒരു സെറ്റ് അറേഞ്ച്മെൻറ്റ്. ഇനിയിപ്പോൾ വൈബ്രേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ RC 200 അല്ലെങ്കിൽ RC 390 കാണുന്ന പോലത്തെ വൈബ്രേഷനൊന്നും നമുക്ക് ഇവിടുത്തെ ഒരു ശകലം പോലും അനുഭവപ്പെടുന്നില്ല. RC 200 വരുന്ന വൈബ്രേഷനൊക്കെ ആണെങ്കിൽ നല്ല വൈബ്രേഷനാണ്. ഇവിടുത്തെ അത്ര വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഇവിടുത്തെ നല്ല ഒരു ശകലം വൈബ്രേഷൻ നമുക്ക് തോന്നുന്നില്ല. ബാക്കിലത്തെ നമുക്ക് സ്റ്റോക്ക് ടയർ MRFിൻ്റെ ടയറാണ് വരുന്നത്. അപ്പോൾ ആ ടയറിൽ നമുക്ക് കോർണറിങ് കാര്യങ്ങൾ നല്ല സ്റ്റെബിലിറ്റി ഉള്ള ടയറും കാര്യങ്ങളൊക്കെയാണ്.
പിന്നെയും വണ്ടിക്ക് റേഡിയൽ ടയർ കൂടെ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല പൊള്ളിയായിട്ട് നല്ല ഞെരിപ്പിച്ച് നമുക്ക് കോർണർ ചെയ്യാം. അടിപൊളി കോർണറിങ്ങിന് പുപ്പുലിയാണ് നമ്മുടെ എന്താ പറയുക V3 എന്ന് പറയുന്നത്. വണ്ടിക്ക് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 170 ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ നമുക്ക് സിറ്റി റൈഡിനും ലോങ് റൈഡിനും ട്രിപ്പിനും എല്ലാം ഉപയോഗിക്കാവുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ V3 എന്ന് പറയുന്നത്. വെറും V3 അല്ല, R15 V3. വീൽ ബേസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ 1324 നമ്മുടെ വീൽ ബേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ വണ്ടിയുടെ മൊത്തം വെയിറ്റ് എന്ന് പറയുന്നത് 142 കിലോ ആണ്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ലപോലെ എടുത്ത് അങ്ങോട്ട് തിരിക്കാനും മരിക്കാനും ഒക്കെ എളുപ്പമുള്ളൊരു വണ്ടിയാണ് നമ്മുടെ V3 എന്ന് പറയുന്നത്. ഇനി നമുക്ക് മീറ്റർ കൺസോളിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി ഞാൻ ഒരു സൈഡിലായിട്ട് ഒതുക്കിയിട്ടുണ്ട്. നമ്മുടെ MTയിൽ കാണുന്ന പോലെ തന്നെ മീറ്ററും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. മണ്ടയിലായിട്ട് വണ്ടിയുടെ RPM മീറ്റർ, സ്പീഡോ മീറ്റർ, ഗിയർ ഇൻഡിക്കേഷന്. അപ്പോൾ ആ ഗിയർ ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് കാണാമോ എന്നറിയത്തില്ല, നമുക്ക് മുകളിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗിയർ ഇൻഡിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ടൈം കാണിക്കുന്നത് ട്രിപ്പ് 1, ട്രിപ്പ് 2, പിന്നെ വണ്ടി എത്ര കിലോമീറ്റർ ഓടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഫ്യൂവൽ. പിന്നെ നമ്മുടെ V3 കാണുന്ന ഒന്നാണ് നമ്മുടെ RPM ഒരു 7000 RPM മണ്ടയിലോട്ട് വരുന്നതിന് ഇവിടെ VVA ടെക്നോളജിയിൽ നിന്ന് ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ താക്കോൽ ഓഫ് ആക്കുന്ന ചെറിയ ഇൻഡിക്കേഷൻ CU സൂണോ അല്ല CU എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് ഒക്കെ. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഹീറ്റിങ്ങിന് ഒരു ലൈറ്റ് ഞാൻ ഓഫാക്കി വേണം കാണിച്ച് ഹീറ്റിങ്ങിൻ്റെ കാണാം. പിന്നെ ഇവിടെ ABS, പിന്നെ ന്യൂട്രലിന് ലൈറ്റ് ഇൻഡിക്കേഷൻ, ഇവിടെ ഇൻഡിക്കേറ്ററിന് ഇൻഡിക്കേഷൻ. പിന്നെ മണ്ടയിലായിട്ട് നമ്മുടെ RPM ലൈറ്റ് ഒരു ചതുരത്തിൽ ഇച്ചിരി വലുപ്പത്തിൽ എല്ലായിടത്തും ഒരു പൊട്ട് പോലെ ചെറുതായിരിക്കും. പക്ഷേ നമുക്ക് V3യിലും നമ്മുടെ MTയിലും മണ്ടയിൽ ഇച്ചിരി വലുപ്പത്തിൽ ഒരു എന്താ പറയുക ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. RPM ഒരു ഇൻഡിക്കേഷനൊക്കെ മേളിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും നല്ല ബേസിക് ആയിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. സ്വിച്ചുകളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഡിമ്മും ബ്രൈറ്റിനും ഒരു സ്വിച്ച് അവിടുത്തെ തന്നെ പാസ് വന്നിട്ടുണ്ട്. നമ്മുടെ MT കാണുന്ന പോലെയല്ല. ഇൻഡിക്കേറ്ററിൻ്റെ നമ്മുടെ സാധാരണ വണ്ടിയിലൊക്കെ നമ്മുടെ പൾസർ മോഡലുകളൊക്കെ വരുന്ന പോലെ തന്നെ ഇൻഡിക്കേറ്ററിന് സ്വിച്ച്, ഹോണിന് സ്വിച്ച്. ഈ സൈഡിലോട്ട് വരുമ്പം നമ്മുടെ ഓൺ ഓഫ് എഞ്ചിൻ ഓൺ ഓഫ് ഒരു സ്വിച്ച്, സ്റ്റാർട്ട് ചെയ്യാനൊരു സ്വിച്ച്. പിന്നെ ഈ വണ്ടിയിൽ ഇപ്പോൾ വരുന്ന മിക്ക വണ്ടിയിലുള്ള ഒരു കാര്യമാണ് ഒറ്റ ഞെക്കിന് സ്റ്റാർട്ടാക്കുന്ന ഒരു പരിപാടി. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാതെ ഒറ്റ തവണ ഞെക്കിയാൽ മതി, വണ്ടി സ്റ്റാർട്ടാവും. അതും ഒരു നല്ല കാര്യമാണ്. പിന്നെ നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഇൻഡിക്കേഷനോ കാര്യങ്ങളൊന്നും ഈ BS4 സ്ഥാനത്തിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ BS6 വരുമ്പോഴത്തേന് അത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇൻഡിക്കേഷൻ ഒന്നും നമ്മുടെ മീറ്ററെ കൊണ്ടുവന്നിട്ടില്ല. അത് വണ്ടി ഓണാക്കി അല്ലെങ്കിൽ സ്റ്റാൻഡ് കിടക്കുവാണെങ്കിൽ വണ്ടി ഓഫായി പോകുന്ന ഒരു ടെക്നോളജി കൊണ്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ BS6ൻ്റെ റിവ്യൂ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടാണ്. എന്നാൽ പിന്നെ നമുക്ക് പോകാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടല്ല ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക, ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതിന്. അപ്പോൾ നമുക്ക് വരിക. സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.